ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ PYQ സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 11. 15 കിലോമീറ്ററിലേറെ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത്. 15 കിലോമീറ്ററിലേറെ നീളമുള്ള ജലപ്രവാഹങ്ങളാണെന്ത്? നദികൾ. കേരളത്തിൽ ടോട്ടൽ എത്ര നദികളുണ്ട്? 44. കിഴക്കോട്ടൊഴുകുന്ന 3 കബനി, ഭവാനി, പാമ്പാർ. അടുത്തത്: പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല. പെരിയാർ കടുവാ സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം ചോദിച്ചിട്ടുള്ളതാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്റർ. 925 ചതുരശ്ര കിലോമീറ്റർ. അടുത്തത്: കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? 6. അടുത്തത്: കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. അടുത്തത്: ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ: കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരമാണ് MD വത്സമ്മ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാതീരം. ഇതിൽ സ്നേഹസാന്ത്വനം പദ്ധതി ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് സ്നേഹസാന്ത്വനം? കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ദുരിതാശ്വാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിജ്ഞാൻവാടികൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പട്ടികജാതി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി ആനുകാലിക അറിവുകൾ സമ്പാദിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും സഹായകമാകുന്ന കേന്ദ്രങ്ങളാണ് വിജ്ഞാൻവാടികൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കലാപാഠം എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നൃത്തകലാ പരിശീലന പദ്ധതിയാണ് കലാപാഠം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? K. കൃഷ്ണൻകുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ: സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതാരാണ്? റാണി ഗൗരി ലക്ഷ്മിബായ്. അടുത്ത ക്വസ്റ്റ്യൻ: കല്ലുമാല സമരം നടത്തിയതാര്? ആരാണ് കല്ലുമാല സമരം നടത്തിയത്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചതാര്? ജാതിക്കുമ്മി എന്ന കവിത പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിൽ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. അടുത്തത്: കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. അടുത്തത്: പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ D ആണ്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽ പെടുന്ന സൂക്ഷ്മജീവിയാണ്? ഏതാണ് COVID-19? വൈറസാണ്.
മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഏതാണ്? ചെറുകുടൽ. അടുത്തത്, മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? മാരകരോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? PS ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ താലോലം. അടുത്തത്, സങ്കര ഇനം തക്കാളി ഏതാണ്? സങ്കര ഇനം തക്കാളി അക്ഷയ. അക്ഷയയാണ് സങ്കര ഇനം തക്കാളി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അത് ഓർത്തിരിക്കുക കേട്ടോ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്നവ. ഓക്കെ. അടുത്തത്, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സൗരയൂഥ മാതൃക ആരുടേതാണ്? റൂദർഫോർഡ്. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക ഏതാണ്? ബോർ മാതൃകയാണ്. ഓക്കെ. ജെ തോംസൻ്റെ ആറ്റം മാതൃക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ജെ തോംസൻ്റെ ആറ്റം മാതൃകയാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? 18ാം ഗ്രൂപ്പ്. ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹീലിയം. അല്ലേ? ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണെന്ത്? ഏകാറ്റോമിക തന്മാത്ര. ഹീലിയമൊക്കെ ഏകാറ്റോമികമാണ്. അലസവാതകങ്ങൾ എല്ലാം ഏകാറ്റോമികത്തിൽ വരുന്നതാണ്. നമ്മൾ ദ്വയാറ്റോമികം എന്ന് പറയുമ്പോൾ അതാണ് ഹൈഡ്രജൻ H2, ഓക്സിജൻ O2, ക്ലോറിൻ Cl2, അതൊക്കെ ദ്വയാറ്റോമികമാണ്. ഓക്കെ. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ഏതാണ് LPGയിലെ മുഖ്യ ഘടകം? ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ ആണ് LPGയിലെ മുഖ്യ ഘടകം. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. അടുത്തത്, ഊർജത്തിൻ്റെ യൂണിറ്റ്. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. ഊദാപ്ര. ഊദാപ്ര. ഊർജത്തിൻ്റെ, താപത്തിൻ്റെ, പ്രവൃത്തിയുടെ 3 യൂണിറ്റ് ജൂളാണ്. ഓക്കെ. ഊർജം, താപം, പ്രവൃത്തി. യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഓക്കെ. അടുത്തത്, ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം. ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണമാണ് സദിശ അളവ്. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ? സംവഹനം. കടൽക്കാറ്റിന് കാരണം സംവഹനം. അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം. ഓക്കെ. ഫോക്കൽ ലെങ്ത് F=R/2. R വക്രതാരമാണ്. F=R/2. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പഠിച്ചു വയ്ക്കുക. ഓക്കെ.